ക്രിസ്തുമസിന് മുമ്പ് 22-ാം തീയതി 23-ാം തീയതി മറ്റോ നമുക്ക് കിട്ടിയതാണ്. അടുത്ത ദിവസം തന്നെ ബാങ്കുകൾ ഓപ്പൺ ചെയ്ത് നമുക്ക് കിട്ടുമെന്നുള്ള കാര്യങ്ങളായിരുന്നു കോടതി അതില് വെച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങളിൽ ബാങ്കുകളായിട്ട് സമീപിച്ചപ്പോ അവർക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി വേണമെന്ന് പറയുകയുണ്ടായി. അപ്പൊ ആ സാഹചര്യത്തിൽ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്മസിന്റെ വെക്കേഷനിലേക്ക് കോടതി പോവുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചത്. അപ്പോ എന്നിരുന്നാലും നമ്മൾ ആ കോടതിയുടെ ഒരു പകുതി കണ്ട് നമുക്കൊരു വെക്കേഷൻ കോർട്ട് കിട്ടി. അതിലും നമ്മളൊരു ക്ലാരിറ്റി ഉണ്ടാക്കിയെടുത്ത് അത് കോടതി വീണ്ടും ഒരു ക്ലാരിറ്റി തന്നു. അത് കൊടുത്തപ്പോഴും ചെറിയൊരു ക്ലാരിറ്റി കുറവ് അവര് ഒന്നുകൂടിയും ഒരു ചെറിയൊരു കാര്യം കൂടിയും പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിന് നമ്മൾ ഇനിയിപ്പോ വെക്കേഷൻ കോർട്ട് കഴിയുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു നാളെ മറ്റന്നാളോ ആണ് കോടതി. ഇനി നാളെ ലീവാണ്, മറ്റന്നാളാണ് കോടതി ഉണ്ടായിരിക്കുക. അപ്പൊ അതും കൂടിയും അതിലും കൂടിയും അത് ക്ലാരിറ്റി വരുത്തി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ടുള്ള യാത്രകൾ വളരെ സുഗമമായി ബാങ്കുകൾ തുറന്നു തരാൻ വളരെ എളുപ്പം സാധിക്കുന്ന കാര്യങ്ങളുള്ളൂ. കോടതി ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ കാര്യങ്ങളൊന്നുമില്ലല്ലോ. അപ്പോ അത് ആയിട്ട് ഇനി മുന്നോട്ട് പോകും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് ബാങ്ക് തുറന്നു കിട്ടുകയും തുടർന്ന് നമുക്ക് പേ ഔട്ടുകൾ ഇഷ്യൂ ചെയ്ത് തുടങ്ങുകയും ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലാരിറ്റി വന്നിരിക്കുകയാണ് നമുക്ക്. അപ്പൊ അത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ബാങ്കുകൾ അത് പെട്ടെന്ന് അത് അതിന്റെ ലീഗൽ ടീമുകളായാലും ഒക്കെ ലീവുകളായിരുന്നല്ലോ. അപ്പൊ കഴിഞ്ഞ ദിവസം ഞായറാഴ്ചകളായിരുന്നു. അത് ഞായറാഴ്ച ആയിരുന്നു കുറെ ലീവുകൾ. ഈ ഇയർ എൻഡിങ് ആയപ്പോ കുറെ ലീവുകൾ നമ്മളെയും കൂടി കുറച്ച് തടസ്സപ്പെടുത്തി എന്നുള്ളതാണ് പറയാൻ കഴിയുക. അപ്പോ അത് നമുക്ക് മാറിക്കഴിഞ്ഞു. ഇനിയിപ്പോ 3-ാം തീയതി മുതൽ ലൈവാണ് എല്ലാവരും. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമ്മൾ 2-ാം തീയതി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനൊരു പക്ഷെ നമുക്ക് അത് നാളെ ബാങ്ക് അടക്കം ഹോളിഡേ ആണെന്ന് തോന്നുന്നു. നാളെ പുറത്തുമില്ല. അപ്പൊ അതുകൊണ്ട് മറ്റന്നാ തുടങ്ങി അതിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ മേടിക്കും. തുടർന്ന് നമുക്ക് ബാങ്കിനെ സമീപിച്ച് കാര്യങ്ങൾ വളരെ സുഗമമായിട്ട് എടുക്കാൻ കഴിയുന്നതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ ബന്ധപ്പെട്ടിട്ടൊന്നല്ല എന്നുള്ളതാണ് നമ്മുടെ നമ്മുടെ വിജയങ്ങള് എല്ലാം. എല്ലാവരും ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ചല്ലോ അല്ലെ? എല്ലാവരും അടുത്ത നാളുകളിൽ നമുക്കുണ്ടാവുന്ന ഒരുപാട് ഒരുപാട് ബെനിഫിറ്റുകളാണ് നമുക്ക് ഇതിലുണ്ടാവാൻ പറ്റിയത്. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു ക്ലാരിറ്റി ചോദിച്ചവർ നമ്മൾ അതിനുള്ള കാര്യങ്ങളെല്ലാം തയ്യാറാണ്, കൊടുക്കാൻ തയ്യാറാണ്. കാരണം നമ്മുടെ ഭാഗത്ത് വളരെ ക്ലിയർ ആയിട്ട് ആണ് കഴിഞ്ഞ നാളുകളായിട്ട് നമ്മൾ ഹൈറിച്ചിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് അവര് ഒരു കാര്യം ക്ലാരിറ്റി ചോദിച്ചു. നമ്മളത് ബാധ്യസ്ഥനാണ്, നമ്മൾ അത് കൊടുക്കാൻ തയ്യാറാണ്. അതിനുള്ള കുറച്ച് സമയങ്ങളായിരുന്നു നമുക്ക് വേണ്ടി വന്നത്. അതൊക്കെ ഇപ്പൊ മാറി. ഇനിയുള്ള ദിവസങ്ങളിൽ ഇത്തരം GST-യുടെ കാര്യങ്ങളായാലും അതുപോലെ ഈ ബഡ് ആക്ടിന്റെ കാര്യങ്ങളായാലും ഒക്കെ നമുക്ക് വളരെ ക്ലാരിറ്റി വന്നിരിക്കുകയാണ്. അപ്പൊ അത് ആയിട്ട് നമുക്ക് ഇനിയുള്ള യാത്രയിൽ ഇനിയുള്ള ബിസിനസ് യാത്രയിൽ നമുക്ക് വളരെ സുഗമമായിട്ട് അതൊക്കെ യൂസ് ചെയ്യാൻ നമ്മൾ ആ ക്ലാരിറ്റികൾ കൊടുത്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും എന്നുള്ളത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇനിയുള്ള നമ്മുടെ വർക്കുകളൊക്കെ ഇപ്പൊ 10% കോൺഫിഡൻസ് എനിക്ക് തോന്നുന്നു ലീഡേഴ്സ് എല്ലാവരും വർക്കുകളല്ല നമ്മുടെ വർക്കിന്റെ സ്വഭാവം അനുസരിച്ച് ഒരു 10% കോൺഫിഡൻസിലാണെങ്കിൽ ഇനി അത് 100%-ത്തിലേക്ക് വരാൻ പോവുകയാണ്. അപ്പൊ 10 മടങ്ങ് ബിസിനസ് 100 മടങ്ങ് ബിസിനസ് ആവാൻ പോകുന്ന ഈ ഘട്ടത്തിൽ വളരെയധികം സന്തോഷം മാനേജ്മെന്റിനും. കാരണം ഇതൊക്കെ ഗവൺമെന്റിലേക്ക് പ്രൂവ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമ്പോൾ ഒന്നും കൂടി ഒരു ക്ലാരിറ്റി നമുക്ക് ജനങ്ങളിലേക്ക് കൊടുക്കാൻ സാധിക്കുമല്ലോ. അപ്പം പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ലക്ഷ്യങ്ങളുള്ള കമ്പനിയാണല്ലോ ഹൈറിച്ച് എന്ന് പറയുന്നത്. ഹൈറിച്ച് ഈ കേരളത്തിലോ അല്ലെങ്കിൽ ഈ ഇന്ത്യ എന്നുള്ള രാജ്യത്തോ മാത്രമല്ല, ലോകത്തെ എല്ലാ ജനങ്ങളിലേക്കും ബിസിനസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പൊ അത് അതിൻ്റെതായിട്ടുള്ള അത്രയും വലിയ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോഴുള്ള ചെറിയ ചെറിയ